എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് ഐസക് മത്തായി. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം. ഞാനോ നിങ്ങളോട് പറയുന്നത്, വ്യഭിചാരം ചെയ്തത് കൊണ്ടല്ലാതെ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവരെല്ലാം അവളെക്കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ഒരു ചോദ്യം ചോദിക്കുവാനിടയായി തീർന്നു. യേശു കർത്താവ് വിവാഹമോചനത്തെ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ടോ എന്ന്. സ്തോത്രം. നാം വായിച്ച വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, വ്യഭിചാരം ചെയ്തതുകൊണ്ടല്ലാതെ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവരെല്ലാം അവളെക്കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. വിവാഹത്തിന് ശേഷം ഒരു ദൂഷ്യവും ചെയ്യാത്തവളെ ഉപേക്ഷിച്ച് അവൾ മറ്റൊരുവനെ പുനർവിവാഹം കഴിച്ചാൽ ആദ്യത്തെ ഭർത്താവ് അവളെക്കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. വിവാഹത്തിന് മുമ്പ് ഒരു ദൂഷ്യവും ചെയ്യാത്തവളെ ഉപേക്ഷിച്ചതിന് ശേഷം അവളെ മറ്റൊരുവൻ വിവാഹം കഴിച്ചാൽ അവൻ വ്യഭിചാരം ചെയ്യുന്നു. സ്തോത്രം. വിവാഹത്തിന് ശേഷം അവൾ ഓർ അവൻ തെറ്റിന് പോയാൽ ഭാര്യ തൻ്റെ ശരീരത്തെ ഭർത്താവിന് വേണ്ടിയും ഭർത്താവ് തൻ്റെ ശരീരത്തെ ഭാര്യയ്ക്ക് വേണ്ടിയും പൂർണ്ണമായി സമർപ്പിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ളവർ തങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി നീതിയോടെ ജീവിക്കണം. വിവാഹമോചനമല്ല ഇതിന് പരിഹാരം. യേശുക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾ പരസംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപേക്ഷണത്തെ അനുവദിക്കുന്നു. എങ്കിലും പശ്ചാത്താപം ഉണ്ടാകുന്ന പക്ഷം പാപത്തെ ക്ഷമിക്കുന്നതിനുള്ള സാധ്യതയുണ്ടെന്നും അതായിരിക്കും അത്യുത്തമമെന്നും നാം മനസ്സിലാക്കണം. നിയമപ്രകാരം വ്യഭിചാരം ചെയ്ത സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കൊണ്ടുവന്ന യഹൂദ ജനത്തോട് കർത്താവ് പറയുന്നത്, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്നാണ്. എന്നാൽ ആ കൂട്ടത്തിൽ ആരും അതിന് യോഗ്യരായി തീർന്നില്ല. അതുകൊണ്ട് കർത്താവ് സ്ത്രീയോട് പറയുന്നു, ഇനി നീ പാപം ചെയ്യരുത്, നീ പോയിക്കോ. കർത്താവ് പിന്നോട്ടല്ല നോക്കുന്നത്, മുന്നോട്ടാണ്. സ്തോത്രം. ഇങ്ങനെ പറയുമ്പോൾ ഒരു മറുചോദ്യം നമ്മളിൽ നിന്നുണ്ടാകാം. ന്യായമായി തൻ്റേതല്ലാത്ത കുറ്റത്തിന് വിവാഹമോചനത്തിന് പാത്രമായ ഒരു ഭാര്യ ഒരു ഭർത്താവ് പുനർവിവാഹം ചെയ്യുന്നതിനെ യേശു കർത്താവ് പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ടോ? ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലേക്ക് നാം നോക്കുമ്പോൾ, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവനെല്ലാം വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവരും വ്യഭിചാരം ചെയ്യുന്നു. ഈ വാക്യത്തിൽ വളരെ വ്യക്തമാണ്, അന്യായമായി ഉപേക്ഷിക്കപ്പെടുകയും തന്മൂലം നിർദോഷിയായിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ഒരു പുരുഷന്റെ അവസ്ഥ കർത്താവ് ഇവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്രകാരം നിർദോഷിയായ ഒരു സ്ത്രീയുടെ പുനർവിവാഹം പോലും വ്യഭിചാര ദോഷത്തിൽ ബാധിതമാണെങ്കിൽ, പരസംഗം മൂലം ഭാര്യയെ ഉപേക്ഷിക്കുന്നവനും സ്വയം നിർദോഷിയുമായ ഒരു വിശ്വസ്ത മനുഷ്യന്റെ കാര്യത്തിൽ മേൽപ്പറഞ്ഞ വാക്കുകൾ വ്യക്തമാണ്. ഇത് സ്ത്രീക്ക് മാത്രമാണ് ബാധകമെന്നും പുരുഷന് ബാധകമല്ലെന്നും ചിന്തിക്കുന്നവരുണ്ട്. ഇതിന് കാരണം പഴയ നിയമത്തിൽ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുവാനുള്ള അനുവാദം പുരുഷന് ഉണ്ടായിരുന്നതും സ്ത്രീക്കില്ലാതിരുന്നതുമാണ് ഈ ചിന്താഗതിക്ക് അടിസ്ഥാനം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ, കർത്താവിനെ പരീക്ഷിക്കുവാൻ പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഏതെങ്കിലും കാരണം കൊണ്ട് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമോ എന്ന് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു.
എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അതുനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ശരീരമായി തീരും എന്നരുളി ചെയ്തു. സ്തോത്രം. അതുകൊണ്ട് അവർ ഇനിയും രണ്ടല്ല, ഒരു ശരീരമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ കർത്താവിനെ പരീക്ഷിക്കുന്നതിന് പ്രയാസമുള്ള ഒരു ചോദ്യം പരീശന്മാർ ചോദിക്കുന്നു. സത്യം അറിയുവാനുള്ള താല്പര്യമായിരുന്നില്ല. സത്യം അറിഞ്ഞാൽ അവർ അതേമാതിരി ജീവിക്കാൻ പോകുന്നില്ല. അവരുടെ ലക്ഷ്യം കർത്താവിനെ ചോദ്യത്തിൽ കുടുക്കി കുറ്റം ചുമത്തി പല ഭാര്യമാരുള്ള ഹേരോദാവിൻ്റെ കോപം വിളിച്ചു വരുത്തി യോഹന്നാൻ സ്നാപകനോട് ചെയ്തതുപോലെ യേശു കർത്താവിനോടും ചെയ്യാനായിരുന്നു അവരുടെ പ്ലാൻ, അവരുടെ ഉള്ളിലിരിപ്പ്. എന്നാൽ കർത്താവിൻ്റെ മറുപടി വിവാഹ ജീവിതത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും പ്രകാശം കാട്ടുന്നു. ഭാര്യയെ ഉപേക്ഷിക്കുന്നത് പുരുഷന് വിഹിതമോ? പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യം ഒരു മറുചോദ്യം ചോദിച്ചാണ് കർത്താവ് നേരിട്ടത്. വിവാഹമോചനത്തെക്കുറിച്ച് മോശയുടെ ന്യായപ്രമാണം, അതായത് യഹൂദ നിയമം എന്തു പറയുന്നു എന്ന് കർത്താവ് പരീശന്മാരോട് ചോദിച്ചു. നിയമം പറയുന്നത് ഉപേക്ഷപത്രം എഴുതി ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുത്ത് അവളെ ഉപേക്ഷിക്കാമെന്നാണ്. എന്താണ് ഈ ഉപേക്ഷപത്രം? ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷപത്രം എഴുതി കയ്യിൽ കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് അയക്കാം. സ്തോത്രം. വിവാഹശേഷം മതിയായ കാരണം കൂടാതെ പുരുഷന്മാർ സ്ത്രീകളെ ഉപേക്ഷിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് മോശ ഈ കൽപ്പന നൽകിയത്. സ്തോത്രം. ദൈവം കൂട്ടിച്ചേർത്തതിനെ അവർ വേർപിരിക്കുകയായിരുന്നു. അതായത് ദൈവത്തോടും ഭാര്യമാരോടും പുരുഷന്മാരുടെ ഹൃദയം കഠിനമായി തീർന്നു. മത്തായിയുടെ സുവിശേഷം 19:8 നാം നോക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചത്, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ആദിയിൽ പിന്നെ എങ്ങനെയായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിലേക്ക് നാം നോക്കുമ്പോൾ, അങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു. ഇവിടെ അങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ഇവിടെ വീണ്ടും വചനം പറയുന്നു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു, അവരെ അനുഗ്രഹിച്ചു. ഇവിടെ ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ഹവ്വ ആദാമിൽ അന്തർലീനമായിരുന്നു. ആദാമിൽ ഹവ്വയുണ്ടായിരുന്നു. ഉൽപ്പത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ട ദൈവം ആദാമിന് ഗാഢ നിദ്ര കൊടുത്ത് ഹവ്വയെ ആദാമിൽ നിന്ന് പുറത്തെടുത്തു എന്നുള്ളതാണ്. ഹവ്വ ആദാമിന്റെ സ്വന്തം ശരീരത്തിന്റെ ഭാഗം തന്നെയാണ്. അതിനാൽ പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ശരീരമായി തീരുമെന്ന് ഉൽപ്പത്തി 2:24 നാം പഠിക്കണം. ഒരു ശരീരമായി തീരുമെന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ശരീരങ്ങൾ ഒന്നായി തീരുന്നതല്ല വലിയ ഇമ്പോർട്ടൻസ്. അതിലും ഉപരിയായി മനസ്സുകൾ ഒന്നാകണം, ഒരാത്മാവിൽ അവർ വസിക്കണം. അതായത് മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ഒരു പുരുഷന് ഭാര്യയോട് വളരെ അടുപ്പമുണ്ട്. ഭാര്യഭർത്തൃ സ്നേഹം അത്ര വലുതാണ്. മാതാപിതാക്കൾക്ക് മക്കളെ ഉപേക്ഷിക്കുവാൻ വിഹിതമല്ലെങ്കിൽ ഭർത്താവിന്
ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ? നാം ചിന്തിച്ചു നോക്കുക. അതിനാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം മനുഷ്യനും ഭാര്യയും ഒരിക്കലും പിരിയരുത് എന്നുള്ളതാണ്. ദൈവമാണ് വിവാഹം സ്ഥാപിച്ചത്. ഒരു വിവാഹം തകരുന്നത് ദൈവഹിതമല്ല, ദൈവത്തിന് ഇഷ്ടമല്ല. തൻ്റെ കാന്തയായ സഭയ്ക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ രക്തം ചൊരിഞ്ഞ് തൻ്റെ ജീവനെ കൊടുത്തെങ്കിൽ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നാം അത് തന്നെ ചെയ്യണം. സ്തോത്രം. ഭാര്യഭർത്തൃ ബന്ധം മാറ്റാനാവാത്ത ഉടമ്പടിയാണ്. ഒരാൾ മരിച്ചാൽ മാത്രമാണ് ആ ഉടമ്പടിക്ക് മാറ്റം വരുന്നുള്ളൂ. ക്രിസ്തുവിൻ്റെ അതേ ഭാവം തന്നെ ഭാര്യഭർത്താക്കന്മാരിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. God bless you all. Amen.